വയനാട്ടുകാർ ചീരാപ്പറങ്കി എന്ന് പറയുന്ന കാന്താരിയാണ് ഇതായി കാണുന്നതല്ല. 2000 കിലോ കാന്താരിയാണ് നമ്മളിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചോപ്പിനെ പറ്റിയ വില ആന്ന് പറയാൻ പറ്റും. കാന്താരി നമ്മൾ സൗദിയിലേക്ക് കയറ്റി അയക്കുന്ന നല്ല അടിപൊളി ഫുള്ള് ഡ്രൈ ആയ കാന്താരിയാണ്. എത്ര കാലം വെച്ചാലും ഒരു കംപ്ലൈൻറ്റ് വരില്ല. അമ്മാതിരി കാന്താരി. ബംഗാളികൾ പോലും ഈ ഒരു പണിക്ക് വരില്ല. നമ്മൾ സ്വന്തം എടുക്കണം ഇതിൻ്റെ പണി. ഇത്രയും കഷ്ടപ്പാടാണ്. തുമ്മി മടുത്ത് തുമ്മല നിന്നിപ്പോൾ മൂക്കിന് തന്നെ മതിയായി തുമ്മിയിട്ട്. ഇനി തുമ്മിയാൽ ശരിയാവില്ല എന്നുള്ള കണ്ടീഷനിലാണ് മൂക്കുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. സ്പൈസ് റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ പരിപാടി കാന്താരി പാക്കിംഗ് ആണ്. 1000 കിലോഗ്രാം ഉണക്ക കാന്താരി എക്സ്പോർട്ട് ഓർഡർ ഉണ്ടായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ പാർട്ടി പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു 1000 കിലോ കൂടി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചതെല്ലാം റീപാക്ക് ചെയ്ത് ഒറ്റ ക്വാളിറ്റി ആക്കി എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഈ ഒരു വണ്ടിയിലുള്ളത് മുഴുവൻ ഉണക്ക കാന്താരിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അൺലോഡ് ചെയ്ത് ചെരിഞ്ഞ് റീപാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത്രയധികം കാന്താരി കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇത് എവിടെ നിന്നാണ് ഇത്രയധികം കാന്താരി വരുന്നത്, അതുപോലെ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. കൂടുകയാണെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. കർക്കിടക മാസത്തിൽ കൂൺ ലഭിക്കുമ്പോൾ അതിൽ കുറച്ച് പച്ച കാന്താരിയും കൂടി ചേർത്ത്, അതുപോലെ മത്തൻ ചപ്പ് വെക്കുമ്പോൾ കാന്താരിയും കൂടി ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ കാന്താരി വളരെ കുറവാണ് കണ്ടുവരുന്നത്. എന്നാൽ കർണാടകയിൽ ഇപ്പോൾ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഓ, നല്ല എരിവുള്ള അടിപൊളി കാന്താരിയാണ് കേട്ടോ. ഇതൊറ്റ ലാട്ടിൽ തീരുമല്ല, 2 ലാട്ടാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മഴയുടെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ലാട്ട് ആക്കി കഴിഞ്ഞതിന് ശേഷം വേണം അടുത്താക്കാൻ. അതൊക്കെ ചക്കാക്കാൻ വേണ്ടി കിടക്കുന്ന കാന്താരിയാണ്. അടിപൊളി ക്വാളിറ്റി. ബംഗാളികൾ പോലും ഈ ഒരു പണിക്ക് വരില്ല. നമ്മൾ സ്വന്തം എടുക്കണം ഇതിൻ്റെ പണി. ഇത്രയും കഷ്ടപ്പാടാണ്. നമ്മളെ ഗോഡൗണിൻ്റെ അകത്ത് വെച്ച് ഇത് പാക്ക് ചെയ്യൽ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് നമ്മളെ മൂക്കിലേക്ക് അടിച്ച് നമ്മൾ പണിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മളിത് ഔട്ട്ഡോർ പാക്ക് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കാലൊക്കെ എരിഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. ചാക്കാക്കാം. ഈ ഒരു ലാട്ട് ചാക്കാക്കിയിട്ട് വേണം അടുത്ത ലാട്ടിലേക്ക് പോകാൻ. എവിടുന്ന ചാക്ക? ആടുന്ന ചാക്കാക്കുന്ന അല്ല, എവിടുന്നോ? ആടുന്നല്ല സുഖോ മാറ്റി വെക്കാനെ. ആടുന്ന ചാക്കാക്കാം. വെള്ളത്തിലാണ്. 2 പിടിക്കാനാ? ഈ ഒരു കാന്താരി നമുക്ക് വന്നത് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെ ഇഞ്ചി കൃഷിയുടെ കൂടെയും അതുപോലെ മറ്റ് കൃഷികളുടെ കൂടെ ഇടവിളയായിട്ട് കാന്താരി നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടങ്ങളിൽ നിന്ന് വരുന്ന കാന്താരിയുടെ സൈസ് കുറച്ച് വലുതാണ്. എന്നാൽ നമ്മുടെ വയനാട്ടിൽ ഉണ്ടാകുന്ന കാന്താരി അല്ലെങ്കിൽ കേരളത്തിൽ നാട്ടിക്കാന്താരിക്ക് വളരെയധികം ഡിമാൻഡുള്ളൊരു കാന്താരിയാണ്. എന്നാൽ അത് മാർക്കറ്റിലേക്ക് വളരെ കുറവാണ് എത്തുന്നത്. നമ്മുടെ വീടുകളിലും കാന്താരി കൃഷി ചെയ്ത് പണം സമ്പാദിക്കാവുന്നതാണ്. നമ്മൾ കുരുമുളക് ഏത് രീതിയിലാണോ കൃഷി ചെയ്ത് വിൽപ്പന നടത്തുന്നത്, അതേ രീതിയിൽ നമുക്ക് കാന്താരിയും കൃഷി ചെയ്ത് വിൽപ്പന നടത്താവുന്നതാണ്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാന്താരിയേക്കാൾ കൂടുതൽ വില നമ്മുടെ വയനാടൻ കാന്താരിക്ക് ലഭിക്കും. വയനാടൻ കാന്താരിയുടെ വലുപ്പം കുറവാണ്, അതുപോലെ എരിവ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ആ ഫസ്റ്റ് ലാട്ട് ഏതാണ്ട് തീരാനായി. ഇനി ഒരു ലാട്ടും കൂടി നമുക്ക് ആക്കണം. എല്ലാം ഫുള്ള് വണ്ടിയിൽ ബാലൻസാണ്. അപ്പോൾ മഴ ഇങ്ങോട്ടേക്ക് നേരെ മഴ പെയ്താൽ ഇങ്ങോട്ടേക്ക് വെള്ളം അടിക്കും. അപ്പോൾ നമുക്ക് ടപ്പേന്ന് പരിപാടി തീർക്കണം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഘട്ടം അവിടെ ചാക്കാക്കി മാറ്റി വെച്ച് ഇനി രണ്ടാമത്തേത് ഇതൊക്കെ ലാട്ടാക്കി ചാക്കാക്കാനുള്ളതാണ്. ഏതാണ്ട് 2 ടണ്ണ്, അതായത് 2000 കിലോ കാന്താരിയാണ് നമ്മൾ ഇന്ന് റീപാക്ക് ചെയ്ത് എക്സ്പോർട്ടറിന് റെഡിയാക്കുന്നത്.
അത് ഇതിൻ്റെ നെറ്റ്, അതായത് സ്റ്റിക്ക് റിമൂവ് ചെയ്ത കാന്താരിയാണ് കേട്ടോ. സ്റ്റിക്കില്ലാത്ത വിത്തൗട്ട് സ്റ്റിക്ക് കാന്താരിയാണിത്. ഇത് ഒറ്റ ക്വാളിറ്റി വേണം, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചെരിഞ്ഞ് എല്ലാം ഒറ്റ ക്വാളിറ്റി ആക്കി റീപാക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 30 ചാക്ക് 35 ചാക്ക് അവിടെ നമ്മൾ ചാക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശരി. ഒന്നാം ഘട്ടം കഴിയുമ്പോഴത്തേങ്ങനെ നമ്മളെ മുഖമൊക്കെ എന്താ പറയുക ഫുള്ള് ശരിയാണ്. മുഖം ഇരിക തുമ്മി മടുത്ത് തുമ്മൽ നിന്നിപ്പോൾ മൂക്കിന് തന്നെ മതിയായി തുമ്മിയിട്ട്. ഇനി തുമ്മിയാൽ ശരിയാവില്ല എന്നുള്ള കണ്ടീഷനിലാണ് മൂക്കുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. ഈ ഒരു കളറ് കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. അല്ലാ, ഇത് ചെരിയുമ്പോഴത്തേങ്ങനെ നമ്മൾ തുമ്മി സൈസ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് ചാകാകുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വയനാട്ടുകാർ ചീരാപ്പറങ്കി എന്ന് പറയുന്ന കാന്താരിയാണ് ഇതായി കാണുന്നതല്ല. എല്ലാം എക്സ്പോർട്ടിന് വേണ്ടി പോകുന്നതാണ്. അവിടെ 10-30 ചാക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ സ്ഥലം തികയാത്തതുകൊണ്ട് 2 ലാട്ടാക്കിയിട്ടാണ് നമ്മൾ ചാക്കാക്കുന്നത്. ഇത് അവസാന രണ്ടാമത്തെ ലാട്ടാണിത്. എല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി നല്ല അടിപൊളി കാന്താരിയാണ്. എക്സ്പോർട്ടിന് വേണ്ടി പോകുന്ന എക്സ്പോർട്ട് ഐറ്റം കാന്താരിയാണ്. ഇതാ ഇതിൻ്റെ കമ്പും എല്ലാം ഒഴിവാക്കിയ കാന്താരിയാണിത്. ഫുള്ള് കാന്താരിയാടേ. എരിഞ്ഞ് മനുഷ്യ ഉപ്പാടിളകി തുമ്മി അവസാനം ഇനി മൂക്കിന് തുമ്മാനാവോ പറ്റൂല എന്നുള്ള അവസ്ഥയിലായി. അത്രയ്ക്ക് എരിവാണ്. കൈയും കാലെല്ലാം പൊയ്ച്ചിലെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ കിടന്ന വക വേറെ പൊയ്ച്ചിൽ വേറെ വരും. ഇനി ഇതും കൂടി പാക്ക് ചെയ്താൽ നമ്മളെ ഇന്നത്തെ പണി കഴിഞ്ഞ്. ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. 2 ടണ്ണിൻ്റെ ഒരു സിംഗിൾ ഓർഡറാണ് നമുക്ക് വന്നത്. അതാണ് ഇന്ന് കയറ്റി വിടുന്നത്. ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ച കാന്താരിയാണ്. അയ്യോ, ഏതാ ക്വാളിറ്റി. ഒക്കെ ഡ്രൈ കാന്താരി. എത്ര വർഷം വേണമെങ്കിലും വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഡ്രൈ കാന്താരിയാണിത് മുഴുവൻ. നമുക്ക് കാന്താരി എല്ലാ സമയത്തും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. നല്ല മത്തൻ ചപ്പൊക്കെ കാന്താരി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ അൽഫാം, കാന്താരി അൽഫാമൊക്കെ ഉണ്ടാക്കാൻ അടിപൊളി സാധനം. വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പച്ചക്കാന്താരി എല്ലാ സമയവും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ നമ്മളെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ക്വാളിറ്റിയാണ്. നമുക്ക് കാന്താരി അൽഫാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചെടുക്കുക, ഗ്രൈൻഡ് ചെയ്യുക, തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റിൽ കാന്താരി അൽഫാമൊക്കെ അടിക്കുക. അതുപോലെ എല്ലാ ചമ്മന്തി ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ല അടിപൊളി സാധനമാണ്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മളെ കയ്യിൽ കിട്ടും. അതിപ്പോൾ ഒരു 2000 കിലോ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയതാണ്. അതാണ് നമ്മൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചത്. ഇനി ലാട്ടാക്കി വെച്ചതാണ്. ഇനി പാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കയറ്റി വിടണം. നിങ്ങൾ കാന്താരി കൃഷി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീടുകളിൽ ചെറിയ രീതിയിൽ വളർത്തുന്നവരോ ആണെങ്കിൽ അത് വിൽപ്പനക്കായി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഞെട്ട് കളഞ്ഞതിന് ശേഷം അത് വിൽപ്പനക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം വില ലഭിക്കും. കാന്താരിയെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാനത് നോക്കി അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്.
മറിയോ? ഇന്നലെ പെട്ടെന്നാവുന്നു.